അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ മുവാഫിയൻ ലിനിഅമിഹി മുകാഫിഅൻ ലിമസീദിഹി. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി. മുഹമ്മദുൻ ശറഫൽ ബാരി മറാത്തിബഹു മുഹമ്മദുൻ ഖസ്സഹുർ റഹ്മാനു ബിന്നിഅമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ഥാനമാനങ്ങളെ വലിയ മഹത്വമാക്കിട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബാരീൻ ചൊന്നെങ്കിൽ സൃഷ്ടിച്ച അല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ഥാനമാനത്തെ ഏറ്റവും മഹത്വമേറിയതാക്കിട. മുഹമ്മദുൻ ഖസ്സഹുർ റഹ്മാനു ബിന്നിഅമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മാനായ റബ്ബു നിഅമത്തുകളെ കൊണ്ട് ഖാസാക്കിട, പ്രത്യേകമാക്കിട. ഇന്നലത്തെ 12ാമത്തെ ഗരലും മുഹമ്മദുൻ സ്വാഗഹുർ റഹ്മാനു ബിന്നിഅമി ചെറിയ ഒരു വ്യത്യാസമാണ് കണ്ടേ. അതിൽ മുഹമ്മദുൻ സ്വാഗഹുർ റഹ്മാനു സ്വാഗാൻ ചെന്നെങ്കിൽ ഖലഖഹു അബ്ദഅഹു അലാ ഗൈരി മിസാലിൻ സബഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റഹ്മാനായ അല്ലാഹു സൃഷ്ടിച്ചിടാണ്ട് ഇവിടെയും ഖസ്സഹു ഉണ്ടാണ്, സ്വാഗത ജാഗിൽ ഖസ്സഹു. അപ്പോൾ ചെറിയ വ്യത്യാസമാണ് ഈ ബൈത്തിലുള്ള 13ാമത്തെ ബൈത്തിൽ. മുഹമ്മദുൻ ഷറഫൽ ബാരി മറാത്തിബഹു മുഹമ്മദുൻ ഖസ്സഹുർ റഹ്മാനു ബിന്നിഅമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവിധ നിഅമത്ത് കൊണ്ടും അല്ലാഹു ഖാസാക്കിട. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ചില ആൾമാരെ ഖാസാക്കിട, ഉയർത്തിട, പ്രത്യേകമാക്കിടാണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാനിൽ വിശദീകരിച്ചുകൊണ്ടുള്ള വറഫഅനാ ലക ദിക്റക്, നബിയെ നിങ്ങളെ സ്മരണരെ ഞങ്ങൾ ഉയർത്തിടാണ്ട് ഖുർആൻ ചൊല്ലു. ഐ ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറ മഈ. നിങ്ങളെ നൻ്റെ എവിടെയെല്ലാം ചൊല്ല അവിടെയെല്ലാം നിങ്ങളെ സ്മരണയും വന്നുകൊണ്ടുണ്ട്. മുന്നത്തെ ക്ലാസ്സിൽ അത് സംബന്ധമായി വിശദീകരിച്ചിട്ട് വറഫഅ ബഅ്ളഹും ദറജാത്ത് സൂറത്തുൽ ബഖറ. ആ അമ്പിയാക്കന്മാരിൽ നിന്ന് ചില ആൾമാർക്ക് ഉന്നതമായ സ്ഥാനം. അതുകൊണ്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിക്കണേ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. ഖുർആൻ ചൊല്ലു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് ധാരാളം പിന്നെ തണ്ട, നിങ്ങൾ തൃപ്തിപ്പെടുത്തോളം തണ്ടാണ്ടാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തീൻ ചെന്ന് ഉൾപ്പെട്ടുകൊണ്ടാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുടെ കടത്തിയിട്ട് അള്ളാഹു സന്തോഷ വാർത്ത കൊടുക്കടെ. ജിബ്രീൽ അലൈഹി സ്വലാമുടെ ഒട്ടിಗೆ ചെല്ലട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് ഇന്നാ സനുർലീക ഫീ ഉമ്മത്തിക വലാ നസൂഉക്. നിങ്ങളെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെ ഞങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന നബിയെ, നിങ്ങളെ ഞങ്ങൾ ബേജാറാക്കല്ലാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ചെല്ലണുണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുടെ കടത്തരെ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹോന്നതമായ സ്ഥാനമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുറാണ്ടാണ്. എന്നിട്ട് മുഹമ്മദുൻ ഖസ്സഹുർ റഹ്മാനു ബിന്നിഅം, എല്ലാവിധ നിഅമത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകാക്കിട. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കാട്ടിക്കൊടുത്തുറ. മാമിൻ ഷൈഇൻ ഖലഖഹുല്ലാഹു ഇല്ലാ വറഅയ്തുഹു ഫീ മഖാമി ഹാദാ ഹത്തൽ ജന്ന വന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അള്ളാഹു പടച്ച എല്ലാം നാൻ ഉള്ള ഇതേ ജാഗിൽ അള്ളാഹു നക്ക് കാട്ടിത്തന്ന, സ്വർഗവും നരകവും വരെ കാട്ടിത്തന്ന. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുകു മലക്കൂത്തുസ്സമാവാത്ത് എല്ലാം അള്ളാഹു തആല ദച്ചവിടെ കാട്ടിക്കൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാ മിഅ്റാജാക്കി വെളിപ്പാട്ടിയിട്ട് എല്ലാം കാട്ടിക്കൊടുക്കുക. ദച്ചവിടെಗೆ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം അള്ളാഹു തആല കാട്ടുക. അങ്ങനെ മശ്രിഖ് മഗ്രിബിയുടെ ഇടയിലുള്ളതെല്ലാം നക്ക് ഒന്തൈത്ത്, ആകാശഭൂമിയിലുള്ളതെല്ലാം ಅದರ ಬಗ್ಗೆ എല്ലാം ഞാൻ പഠിച്ച നക്ക് ഒന്തൈത്ത്. ഉദിനലി അൻ അതകല്ലമ അൻ വാഹിദിൻ മിൻ ഹമലത്തിൽ അർഷ്. അർഷ് ചുമക്കട മലായിക്കത്തിര കൂട്ടത്തിൽ ഒരാളെ ಬಗ್ಗೆ മുണ്ടൊകു നക്ക് സമ്മതം കിട്ടിയിട്ട് ആ ഒരാളെ കാതിര ചെവിപ്പാട് കാതിര ആ പാടയും അയാളെ പെരടിയുടെ ഇടൽ 700 വർഷത്തെ വൈദൂരം ഉണ്ടുണ്ടാണ് ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ. ഇതെല്ലാം ആർക്കും ഗൊന്തില്ലാത്ത അത്ഭുതകരമായ ഇൽമാണ്.
വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ ആയിഷ റളിയല്ലാഹു അൻഹാടെ തൊട്ട് റിപ്പോർട്ടാക്കിയ ഹദീസ്. അവിടെയാണ് ചൊല്ലെ, നക്ക് ഗൊಂತುಳ್ಳത്ര നിങ്ങക്കും ഇത് ഗൊಂತಿಂದ್ರೆಂಗ್ നിങ്ങൾ കൊറിയ ചിരിക്കത്താറ് യാറ ബുൾപുടത്താറുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നോണ്ടുള്ളേ. അപ്പോൾ ആർക്കും ഗൊಂತಿല്ലാത്ത പല ഇൽമും അത് ചിലപ്പോൾ സമൂഹത്തിന് എത്തുവാട്ടി കൊടുക്കണോണ്ട് കൽപ്പന ഇക്കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനത്തെ വേറെ ആർക്കും ഗൊಂತಿല്ലാത്തಂಕೆത്ത പല ഇൽമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങಗಿಂತ ചില ആൾമാർക്ക് പ്രത്യേകം ചൊന്നു കൊടുത്തോണ്ടിന്നಂಕೆത്ത ഇൽമു അഥവാ ചില ജാഗിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമന്തു ബിഹാദ അന വ അബൂബക്കറിൻ ഉമർ ജണ്ടാളെ മാത്രം പ്രത്യേകമാക്കി എടുത്തു ചൊന്നോണ്ടിന്ത്. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അതിൽ റിപ്പോർട്ടാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ ചില ഷഹാദത്തിൻ്റെ ഹദീത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് ചൊന്നെങ്കിൽ ധാരാളം മഹത്വമുണ്ട്, എല്ലാം പുറത്തു കിട്ടു, എല്ലാം അത് മെയ്യിൻ ചൊല്ലങ്കെത്ത ഹദീത്ത്. ആൾമാരൊട്ടിಗೆ പോയിട്ട് ഞാനിത് ചെല്ലട്ടാൻ ചെന്നപ്പ വേണ്ട, അങ്ങനെ ചെന്നെങ്കിൽ അതിരെ മേൽ മാത്രം അങ്ങ് അവലംബിക്കുവാർ, അതിരെ മാത്രം പിടിച്ചൊള്ളുവാർ, വേറെ ഒരു സൽക്കർമ്മവും ആക്കാല. അപ്പോൾ ചില ആൾമാർക്ക് പ്രത്യേകമായി കൊടുത്തങ്കെത്ത ഹദീത്തുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമുടെ രണ്ട് പാത്ര ഇന്തുണ്ട്, അഥവാ രണ്ട് ടൈപ്പ് ഇൽമു മഹാൻ്റെ മുട്ട. അതിൽപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും ചൊന്നു കൊടുത്തത്, പിന്നൊന്നു ഞാനത് ചൊന്നെങ്കിൽ നൻ്റെ ഹൽക്ക് മുറിക്കപ്പെടും. ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുണ്ടിയോണ്ടുള്ളത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുക്ക് മുനാഫിഖീങ്ങളെ പേര് കൊന്തിന്ത്, അങ്ങനത്തെ രഹസ്യം ഹുദൈഫ റളിയല്ലാഹു അൻഹുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നു കൊടുത്തിന്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും കേട്ടോണ്ടിന്ത്, ഫഹൽ തറ അലയ്യ ഷൈഅൻ മിൻ ആഥാരിൻ നിഫാഖ്, നിഫാഖിൻ്റെ എന്തെങ്കിലും അടയാളം നണ്ടൽ കാണ്ടാണ്ട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദുന ഹുദൈഫ റളിയല്ലാഹു അൻഹുടൊട്ടിಗೆ കേട്ടോണ്ടിന്താണ് നമുക്ക് മഹാന്മാർ പടിപാട്ടി തന്നോണ്ടുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹോന്നതമായ സ്ഥാനവും ആർക്കും ഗൊಂತಿല്ലാത്തಂಕೆത്ത പല ഇൽമും വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, വലിയ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മർത്തബ ഭയങ്കര വലിയതാണ്. വജല്ല മിഖ്ദാറു മാ ഉല്ലീത മിൻ റുതബിൻ വഅസ്സ ഇദ്റാഖു മാ ഉലീത മിൻ നിഅമി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്നಂಕೆത്തെ റുതബ് സ്ഥാനമാനം, അതിൻ്റെ കണക്ക് അതൊന്നും ഒരാൾക്കും വിശദീകരിക്കുക സാധ്യയില്ല, അത് ഉന്നതമാണ്. നിങ്ങൾക്ക് തന്നಂಕೆത്തെ നിഅമത്ത് അത് ഒരാൾക്കും എത്തിപ്പെടുക സാധ്യയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേ കണ്ട പോലെ ഷൈത്വാനുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ആവുണുകാവില്ല, വലിയ മഹത്വമാണ്. മർറആനി ഫഖദ് റആനി വലാ യതമസ്സലു ഷൈത്വാനു ബി, നൻ്റെ കണ്ട ആൾ നൻ്റെ മേ കണ്ട പോലെ ഷൈത്വാനുക്ക് നൻ്റെ പോലെ കോലാവുകാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാത്തിമുൻ നബിയാണ്, നബിയീനാണ്, എത്ര വലിയ മർത്തബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പിന്നെ ഒരാളും പറഞ്ഞുകില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീഅത്ത് അന്ത്യനാൾ തോലെ ഉള്ള ആൾമാർക്ക് ബാധകാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ഷരീഫിടെ മുട്ട നിലക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും മുറിഞ്ഞു പോവാത്തಂಕೆത്ത ജനപ്രവാഹ ഇണ്ടും അതുപോലെ ലോകത്ത് ഒരാളെ മുട്ടയും ആൾമാർ പോയോണ്ടില്ല. കൂടുതൽ ജാസ്തി വിളിക്കപ്പെടുന്ന നാമം ഏതെന്ന് കേട്ടെങ്കിൽ മുന്നിൽ വിശദീകരിച്ച പോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരാണ്. ഒരു ജുമാ നടക്കൂ 40 ആൾ വേണു, അവിടെ ഖുതുബ 40 ആൾമാർ കേൾക്കണു. ആ ഖുതുബത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലണു, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഒരു നേതാവുടെ പേര് 40 ആൾ നിർബന്ധമായിട്ടും അവിടെ കേട്ടിട്ടിക്കണു. മിമ്പറിൻ്റെ മേൽ ഇമാമ് വത്തിട്ട് ഇങ്ങനെ ഖുതുബ ഓതിയിട്ട് എപ്പമാ വന്നിട്ട് ആൾമാർ നിസ്കരിച്ചങ്ങ് മയ്യാവല, അങ്ങവിടെ ദെക്കണു, അങ്ങത് കേൾക്കണു, ഇല്ലെങ്കിൽ ഖുതുബ സഹിയാവില്ല. അതേസമയത്ത് പല ആൾമാർ അങ്ങനെ ആരാധനാലയത്ത് റിക്കാർഡ് പാട്ട് വെച്ചിട്ട് അങ്ങ് പോയി കിടന്നുറങ്ങിടാറ്. അതിലെ കേൾക്കണമെന്ന് ചെല്ല നിർബന്ധം പലപ്പോഴും അങ്കിക്കില്ല. ആ പാട്ട് ഏതോ ആൾമാർ കേട്ടോണ്ടിക്കിടാറ്, ചിലപ്പോൾ റോഡ് സൈഡിൽ നടക്കുന്ന മൃഗങ്ങൾ കേട്ടോണ്ടിക്കും. ഈ പാട്ട് വെച്ചവനോട് ഉറങ്ങിട്ടിക്കിട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. ഇന്ന അഅ്തൈനാക്കൽ കൗസർ, നബിയെ നിങ്ങൾക്ക് ധാരാളം ഞങ്ങൾ തന്നിറ, ധാരാളം തന്നിറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനം ലോകത്തെമ്പാടുമുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ കൊല്ലലോടുകൂടെ പിന്നെ യസീദ് അല്ലെങ്കിൽ ഇബ്നു സിയാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനത്തെ മൊത്തം ഇല്ലാണ്ടാക്കുക സാധ്യമായിട്ടില്ല. ഇണ്ട് ലോകത്തെവിടെയും യസീദിരെ കുടുംബക്കാരൻ ചെന്നിട്ട് ആരും പണ്ടില്ല. ഞാൻ യസീദിരെ പുള്ളീൻ്റെ ആരും ചെന്ന് പണ്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുള്ളിമാരെ കൊണ്ട് ലോകം സൗന്ദര്യമായിട്ട് അത്രയും പുള്ളിമാർ ലോകത്തെമ്പാടുമുള്ളാർ. അഹ്ലു ബൈത്തി അമാനുൽ അഹ്ലിൽ അർദ്, ഭൂമിയുടെ ആൾമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാർ തങ്ങന്മാർ അമാനാണ്, നിർഭയാണ്, അങ്ങളെ മുട്ടാണ് ആൾമാർ എത്തിയോണ്ടുള്ളത്. അങ്ങനെ
എല്ലാ കാലത്തും എക്കാലത്തും തിളങ്ങിയോണ്ടുള്ളെങ്കത്തെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്രാണ്. അതാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു മുഹമ്മദുൻ പിന്നെ ഷറഫൽ ബാരി മറാത്തിബഹു മുഹമ്മദുൻ ഖസ്സഹുർ റഹ്മാനു ബിൻ നിഅം, നിഅമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയെങ്കത്തെ മഹാൻട്ട് ഇവിടെ വിശദീകരിച്ചുകൊണ്ടുണ്ട്. ഈ ഖസീദ അത് ബൂസീരി ഇമാമുക്ക് ചേർക്കപ്പെട്ടിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അൽ ഖസീദത്തുൽ മുഹമ്മദിയ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു കൊണ്ട് ഞങ്ങൾ ചെന്നുകൊണ്ടുള്ളത്. ഏതായാലും ഇതിലുള്ളെങ്കത്തെ മദ്ഹ് അതെന്തും സുന്നത്ത് ജമാഅത്ത് എതിരായതല്ല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പോതിറങ്കത്തെ വലിയ മഹത്വം ചൊല്ലങ്കത്തെ ബൈത്താണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇത്രയും വലിയ സ്വീകാര്യത ഈ ബൈത്തുകെല്ലാം കിട്ടിയോണ്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അങ്ങനെ വിശദീകരിച്ചിട്ട് 14ാമത്തെ ബൈത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ചൊന്നുകൊണ്ടുണ്ട്, മുഹമ്മദുൻ സ്വഫ്വത്തുൽ ബാരി വഖീറത്തുഹു മുഹമ്മദുൻ ത്വാഹിറുൻ മിൻ സാഇരി തുഹമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സൃഷ്ടികർത്താവായ അള്ളാഹു തെരഞ്ഞെടുത്തങ്കത്ത ആളാണ്. എല്ലാ അടിമങ്ങളെ ഇടൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തെരഞ്ഞെടുക്കപ്പെട്ടങ്കത്ത ആളാണ്, മഹോന്നതരായ നേതാവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനെ എന്നിട്ട് മുഹമ്മദുൻ ത്വാഹിറുൻ മിൻ സാഇരി തുഹമി, എല്ലാവിധ തെറ്റിദ്ധാരണ തപ്പുധാരണയുടെ തൊട്ടു സംശുദ്ധരായ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ശുദ്ധീൻ ചൊല്ലത് ത്വാഹിർ സംശുദ്ധരാണ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ശരീരത്തെ ശുദ്ധിയും, അതുപോലെ ത്വഹാറത്തു നഫ്സിൻ ആത്മാവുടെ ശുദ്ധി, അതുപോലെ പിന്നെ നസബ് പരമ്പര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ ശുദ്ധി, അഭിമാനത്തെ ശുദ്ധി, ഇതിലെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശുദ്ധരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തെ ശുദ്ധിയും ആത്മാവുടെ ശുദ്ധിയും അത് ചന്താണ്. ഇന്നലെ ഞങ്ങൾ വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഅർ മുബാറക്കും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തെ പുറത്തു വണ്ടെങ്കത്തെ സുഗന്ധവും അതെല്ലാം സംശുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പര അത്രയും സംശുദ്ധമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പയുടെ വഗ്യ ഉമ്മയുടെ വഗ്യ ഇല്ലാത്തത് ചൊല്ലെങ്കത്തെ ആൾമാർ യഥാർത്ഥത്തിൽ വലിയ പേടിക്കൊണായെങ്കത്തെ വിഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പ ഉമ്മയുടെ വഗ്യ ഒരിക്കലും മുണ്ടകു പോണു കുത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ ബാപ്പ ശരിയില്ലാന്ന് ചൊല്ലുറുതു ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കടെങ്കത്തെ ഏറ്റവും വലിയ അക്രമവും നൊമ്പലവുമാണ്. ലോകത്തുള്ള എല്ലാ ആൾമാരെയും സ്വർഗത്ത് എത്തുവാട്ടോക്ക് ബന്ധങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ബാപ്പ ഉമ്മ സ്വർഗത്ത് എത്തില്ലാന്ന് ചൊല്ലത് എത്ര വലിയ ഭീകരവാദാണ്. ഒരിക്കലും അത് ചൊല്ലകൂ ഈമാനുള്ള ആൾക്ക് മനസ്സ് വരല്ലേ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതാവത്തിൽ മസാലിക്കുൽ ഹുനഫ ഫി വാലിദയിൽ മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പ ഉമ്മയുടെ ಬಗ್ಗೆ വിശാലമായി ചൊന്നുകൊണ്ടുണ്ട്. ഇതിൽ 2 പല അഭിപ്രായം ഇന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പ ഉമ്മ രക്ഷപ്പെട്ട ആൾമാറും ചൊല്ലുടെ ആ ഭാഗത്തുകാണ് ഞാൻ ചാഞ്ഞോണ്ടുള്ളത്. അതാണ് ഒരു മുഅ്മിൻ്റെ ഈമാൻ രക്ഷപ്പെടുള്ള ഏറ്റവും വലിയ മാർഗാണ്ട് രക്ഷയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പ ഉമ്മ രക്ഷപ്പെട്ട ആൾമാർ സ്വർഗത്തെ ആൾമാറുണ്ട് ഭാരി ഉദ്ധത്തിൽ ദീർഘമായ ബറഹത്തിൽ എൽത്തിൽ ഇമാമുന സുയൂത്തി ഗ്രന്ഥലോകത്തെ വിസ്മയ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചുകൊണ്ടുണ്ട്. അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസുരിഹി യാ ത്വീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി. ഇത്രയും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഇങ്ങനെ ഞങ്ങൾ ചൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പരയിൽ ഒരു കപ്പു ചുക്ക ഉണ്ടെന്ന് ചൊല്ലത് സുബ്ഹാനല്ലാഹ് അത് വലിയ മോശമായിട്ടാണ് മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാണ്ട് നൊമ്പലാക്കണമെങ്കത്തെ സംഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പര അതെല്ലാം സംശുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനവും നേരത്തുണ്ടായെങ്കത്തെ അത്ഭുതവും വ്യക്തമാക്കിയിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാൻ ചൊല്ലുടെ സംശുദ്ധയായ ഉമ്മ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചൊല്ലുടെ സംശുദ്ധരായ ബാപ്പയിലൂടെ ലോകത്ത് വെളിച്ചം കണ്ടെങ്കത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സംശുദ്ധരാണ്. അഭിമാനവും സുബ്ഹാനല്ലാഹ് അങ്ങനത്തെ ഒരു അഭിമാനം അങ്ങനത്തെ ഒരു മഹത്വം ലോകത്തൊരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അങ്ങനെയാണ് ഇമാമിങ്ങ നമുക്ക് വടിപാട്ടി തന്നുകൊണ്ടുള്ളത്. എന്നിട്ട് മുഹമ്മദുൻ ത്വാഹിറുൻ മിൻ സാഇരി തുഹം എല്ലാവിധ തുഹ്മത്തിനെ തൊട്ട് സംശുദ്ധരായ ആളാണ്. 4 വട്ട ഹൃദയ ശസ്ത്രക്രിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കട ബനു സഅദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കിടാവായിട്ട് ഇക്കട സന്ദർഭ 10ാമത്തെ വയസ്സിൽ നുബുവത്തിൻ്റെ ടൈമുൽ ഹിജറ പിന്നെ ഇസ്രാ മിറാജിൻ്റെ ടൈമുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയ ശസ്ത്രക്രിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കട. അങ്ങനെ ജാഹിലിയ കാലത്തെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നിട്ടിന്ത്. പക്ഷേ ആ കാലത്തിനെങ്കത്തെ ഒരു അനൈത്തിക്കത്തര മുട്ട പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ടില്ല എന്ന് ചൊല്ലുമ്പോൾ എത്ര വലിയ സംശുദ്ധത്തെയാണ് ലോകം അത്ഭുതപ്പെട്ടുകൊണ്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൗന്ദര്യത്തെ മഹാനാണ്, വലിയ മഹത്വമാണുള്ളത്. സലീഖ ആ യൂസുഫ് നബി അലൈഹി സ്വലാമിടെ പ്രേമിച്ചിട്ടിന്ത്. സൗന്ദര്യം കണ്ട് സൗന്ദര്യം കണ്ട് ഈ സലീഖ പ്രേമിച്ചിട്ടിന്ത്. അതേ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം വലിയ മഹത്വമുള്ളതാണ്, വലിയ നബിയാണ്. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിടെ ആട്ടി എത്രമോ അപ്പുറത്തെ സൗന്ദര്യമുള്ളെങ്കത്തെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു സുന്ദരി പോലും വന്നിട്ടില്ല. അല്ലെങ്കിൽ നാണ് നിങ്ങളെ പ്രേമിക്കിടാൻ ചൊന്നിട്ടു അങ്ങനത്തെ ഒരു സംസ്കാരത്തിന് ഒരു പെണ്ണും വന്നിട്ടില്ല എന്ന് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കാത്തതിരെ ഏറ്റവും വലിയ നിദർശനമാണ്. ഇതിനർത്ഥം യൂസുഫ് നബി അലൈഹി സ്വലാമുടെ ആ മഹാനായ നബിയുടെ ഒരിക്കലും സ്ഥാനം കൊറടിയാക്കിടല്ല. ഒരു മുഅ്മിനായ ആൾ അങ്ങനെ ആക്കിയാണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ ഊറിപ്പോണുക. അതാണ് കാരണം. ഇവിടെ ചൊന്നുകൊണ്ടുള്ളേ സൗന്ദര്യത്തിൽ എത്രമാ മഹോന്നത സ്ഥാനത്തിലുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട എന്തേ ഒരു സുന്ദരിമാർ ഇറങ്ങി വരാത്തെ, ആറും എന്താ വരാത്തെ? അവിടെയാണ് വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ആറും ഐ ലവ് യു ചെന്ന് വന്നിട്ടില്ലേ, ഞാൻ നിങ്ങളെ പ്രേമിക്കിടാണ്ട് വന്നിട്ടില്ലേ. ഖദീജ റളിയല്ലാഹു അൻഹാടെ മങ്ങിലത്തെ ചരിത്രം എടുത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമവിവാഹമായിരേന്ന് ചൊന്നിട്ടു അറിവില്ലാത്ത അല്ലെങ്കിൽ അജ്ഞാനികളായ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത കുറേ ആൾമാർ ചൊന്നുകൊണ്ടുള്ളാർ. യഥാർത്ഥത്തിൽ ചരിത്രടൊട്ടിയ വലിയ വ്യഭിചാരമാണ് അങ്ങ് ആക്കിക്കൊണ്ടുള്ളത്. ഖദീജ റളിയല്ലാഹു അൻഹ 40 വർഷമാണ്, വലിയ മഹദിയാണ്, വലിയ പൈസ ഉള്ളെങ്കത്തെ പെണ്ണാണ്. ജാഹിലിയത്തിൽ അത്വാഹിറാൻ ചൊന്നിട്ടാണ് വിളിച്ചുകൊണ്ടുള്ളത്. ചരിത്രടൊട്ടിക ഞാൻ കേട്ട ഇങ്ങനത്തെ ഒരു പെണ്ണു ഇൻതാ ജാഹിലിയത്തിൽ. മുഹമ്മദ് അബ്ദു യമാനി ഖദീജ റളിയല്ലാഹു അൻഹാടെ ബഗ്യ സയ്യിദത്തുൻ ഫി ഖൽബിൽ മുസ്തഫാൻ ചൊല്ലുടെ നല്ലൊരു കിതാബ് എഴുതി. അതിൽ ചൊല്ലു ചരിത്രടൊട്ടിക ഞാൻ അങ്ങനെ കേട്ട ഇങ്ങനെ കേട്ട ചരിത്രം ചൊല്ലു ഇങ്ങനത്തെ ഒരു പെണ്ണ് ലോകത്തില്ലന്ത്. അത്രയും വലിയ സംശുദ്ധയായ പെണ്ണ് ത്വാഹിറാൻ ചൊന്നിട്ട് ആൽമാർ വിളിച്ചുകൊണ്ട് ഇന്ന് പെണ്ണിയുടെ പേരിൽ എങ്ങനെയാണ് പ്രേമത്തെ ആരോപിക്കടേ? ഒരിക്കലും അത് ശരിയല്ല. എത്ര ആൾമാർ മങ്ങിലാവിടാൻ കാത്തോണ്ടിന്നാർ. വലിയ സമ്പന്നയാണ്, സുന്ദരിയാണ്, മക്കത്ത് വലിയ വലിയ നേതാക്കന്മാരിന്ത് മങ്ങിലാവന്ത്. ഖദീജ ബീവി എല്ലാം തിരസ്കാരാക്കിത്ത്. അതേസമയത്ത് അൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെ അറിത് എന്നിട്ട് സാധാരണ ഒരു നാട് റൂഡിൽ മങ്ങിലാവും പോലെമേ ഖദീജ ബീവിയുടെ കുടുംബത്തെ ആൾമാരെ കടത്തിയിട്ട് അവിടെ പലക്ക നടന്നിട്ട് എന്നിട്ടാണ് 2 കുടുംബത്തെ ആൾമാർ കൂടിയിട്ട് അവിടെ മങ്ങില നടക്കടേ. ಇದರ ಬಗ್ಗೆ ಪ್ರೇಮ ವಿವಾಹവും ಅಲ್ಲಾತ್ತದೆല്ലാം ಆಧುನಿಕ ಲೋಕത്ത് നടക്കണമെങ്കത്തെ അനൈതികತೆക്ക് ഭാഷയില്ലാത്തെങ്കത്തെ പ്രേമത്തുക്ക് തെളിവാക്കണമെങ്കത്തെ അജ്ഞാനിങ്ങ ഒരിക്കലും ശരിയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അങ്ങ് നൊമ്പലാക്കിക്കൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സംശുദ്ധരാണ്. ഒരിക്കലും അക്രമമായ തെരുൾ പണം ഉണ്ടാക്കണമെങ്കത്തെ പൈസ ഉണ്ടാക്കണമെങ്കത്തെ തെറുക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പോയിട്ടില്ലേ. ജൂതാട്ട സമ്പൂർണ്ണമായും നടന്നുകൊണ്ടിരുന്നെങ്കത്തെ ടൈം, കള്ളുകുടിയും വ്യഭിചാരവും നടന്നുകൊണ്ടിരുന്നെങ്കത്തെ ടൈം ആ ഭാഗത്തുക്ക് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പോയില്ലേ. എത്ര വലിയ സംശുദ്ധതയാണ്. സക്കാത്ത് സ്വന്തം കുടുംബത്തുക്ക് സക്കാത്ത് കൊടുക്കണ്ടാന്ന് ചൊന്തു. ഇയാൾ സക്കാത്ത് എടുക്കരുത്, സ്വന്തം മക്കളെ വളർത്തുകൊണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കുവാറ്. ഇല്ല, എൻ്റെ മക്കൾക്കത് വേണ്ട. ഇന്നമാഹി ഔസാഖുന്നാസ്, എത്ര വലിയ പ്രഖ്യാപനാണ്. ഭ്രഷ്ടാചാരവും അതുപോലെ വഞ്ചനയും നിറഞ്ഞെങ്കത്തെ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഏറ്റവും വലിയ സന്ദേശം. ഒരാൾ ഒരു അധികാരத்துக்கு വന്നെങ്കിൽ, പഞ്ചായത്ത് മെമ്പർ ആയാണ്ടായെങ്കിൽ, ഒരു അധ്യക്ഷ ആയാണ്ടായെങ്കിൽ, ചെറിയൊരു സ്ഥാനം കിട്ടിയെങ്കിൽ പ്രായത്താൽമാരെ നന്നാക്കണതിന് ബദൽ റായം നന്നാക്കണതിന് ബദൽ നാനെങ്ങനെ നന്നാവിടെ? എൻ്റെ മക്കളെ ചെയ്ക്കൂ പറ്റെങ്കത്തെ സമ്പത്ത് എങ്ങനെയാണ് അക്രമമായി ഉണ്ടാക്കടേണ്ടിട്ട് ഇണ്ടത്തെ അധികാരിമാർ ആൽച്ചനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഖ്യാപനം ഇന്നമാഹി ഔസാഖുന്നാസ്, അത് ആൽമാരെ ചേറാണ്. ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാലി ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങക ആ നബി തങ്ങളെ കുടുംബത്തുക ഒരിക്കലും അത് ഹലാലല്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടെ പ്രഖ്യാപിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ എൻ്റെ താൽമാരെല്ലാം അൽ അമീൻ ചൊന്ന് വിളിച്ചുകൊണ്ടിരുന്നാർ. ഏതുവരെ? നബിമാർക്ക് അനന്തരാവകാശം ഇല്ലാണ്ട് വരെ പ്രഖ്യാപിച്ചിട്ട്. ഇയാൾ മക്കൾക്ക് സമ്പത്ത് കൂട്ടുകനായിട്ട് വന്ന ആളുണ്ട്, ആരും ചെല്ലണ്ട. എൻ്റെ മക്ക ഞാൻ ഒഫാത്തായെങ്കിൽ എൻ്റെ സമ്പത്ത് അനന്തരാവകാശം എടുക്കില്ലേ? സുബ്ഹാനല്ലാഹ്. സാധാരണ ബാക്കിയുള്ള ആൾമാർ മരിച്ചെങ്കിൽ അങ്ങനെ സ്വത്ത് മക്ക കാണുപോണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും കൂടി അവിടെ ചെന്ന് അതൊരൊട്ടിയെ ബതുക്കുടെ ഏറ്റവും നല്ല യൗവനത്തെ ടൈമുൾ 25 വർഷത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷത്തെ ഖദീജ റളിയല്ലാഹു അൻഹ
ಮುನ್ನೊಲ್ ಜಂಡು ಮಂಗಿಲಾಯಂಕೆತ್ತ ಮಹದಿರೆയാണ് ಮಂಗಿಲಾಯೋണ്ടുಳ್ಳೆ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബതുക്കുലു വിവാഹ ബതുക്കുൽ എന്തെങ്കിലും കുറവ് കണ്ടെത്തണമെന്ന് തപസ്സു തെച്ചെങ്ക താൽമാരെല്ലാം മുട്ടുമടക്കടങ്കെത്ത റങ്കാണ് ഊടെ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളേ. 40 വർഷത്തെ പെണ്ണ് ആ മഹദി വഫാത്താവിടെ ഒരു തോള ജീവിതത്തെ ഏറ്റവും നല്ല ടൈമുൽ സുബ്ഹാനല്ലാ ഒറ്റ പെണ്ണിടെ കൊണ്ട് മയ്യാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പിന്നെ ബഹുഭാര്യത്വം എല്ലാം ഓരോ ഹിക്മത്ത് വേണമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങായിടെ. അതുപോലെ പെഞ്ഞായിമാർ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിച്ച നോക്കിയെങ്കെത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ആറുകാണ് തെറ്റിദ്ധരിക്കുകയുള്ളേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യയുടെ ಬಗ್ಗೆ വ്യഭിചാരാരോപണ ചൊന്ന മുനാഫിഖീങ്ങളുള്ളാർ പരിശുദ്ധ ഖുർആൻ അത് എതിർത്തിട്ട് അതില്ലാൻ ചൊന്നിട്ടു സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ಬಗ್ಗೆ ചൊന്തു ഖിയാമത്ത് നാൾത്തോള ബണ്ട ആൽമാർ ആ ഖുർആൻ ആയത്തോദിയോണ്ടുള്ളാർ. അതുകൊണ്ട് ഒരിക്കലും മുഹമ്മദുൻ ത്വാഹിറുൻ മിൻ സായിരി തുഹം, എല്ലാവിധ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാവിധ തെറ്റിദ്ധാരണയുടെ തൊട്ടു സംശുദ്ധരായ ആളുണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടയില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണ അത് വല്ലാത്തൊരു വിഷയമാണ്. ഇത്തക്കൂ മവാലി അത്തുഹം, തെറ്റിദ്ധാരണയുടെ ജാഗ്രത നിങ്ങൾ ജാഗ്രതാക്കുറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നൊരു. തെറ്റിദ്ധരിക്കപ്പെടുന്നെങ്കെത്ത ഒരു സ്വർത്തുകും പോകണ്ട, തെറ്റിദ്ധരിക്കപ്പെടുന്നെങ്കെത്ത ഒരു ജാഗലും നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര സന്ദേശമാണ്. ഒരാളെയും തെറ്റിദ്ധരിക്കുക തീറ, അതേ സമയത്ത് വേറൊരാൾ നിൻ്റെ തെറ്റിദ്ധരിക്കുമ്പോഴത്തെ സ്വറ നാനതാക്കുകയും തീറ. കാരണം ആ കല വന്നെങ്കിൽ പിന്നൊരിക്കലും അതിൽ തിദ്ദുക സാധ്യയില്ല. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്, നല്ല ഇസ്സത്ത് അള്ളാഹു ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തെരുമാറാവട്ട്. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുടെ സംഭവം മഹാന്മാർ പഠിപ്പാട്ടാർ. ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ യാത്രാ നടുലു, കപ്പൽ യാത്രാ നടുലു അവിടെ പിന്നെ ഒരാൾ ബുഖാരി ഇമാമുടെ കയ്യിൽ പൈസ ഉണ്ട്. ഒരാൾ ബുഖാരി ഇമാമിലോട്ട് ഇങ്ങനെ വന്നിട്ട് മുണ്ടിയോണ്ടുണ്ട്. ബുഖാരി ഇമാമുടെ കയ്യിൽ പൈസ ഉള്ളത് അയാൾ ഗൊന്തൈത്ത് ഭയങ്കര ചങ്ങായി പാടാക്കിട് 1000 ദീനാറ അതിരാട്ടി യാറമ ഉള്ളങ്കെത്ത പൈസ, നല്ലൊരു പൈസ ബുഖാരി ഇമാമുടെ സഞ്ചിയിൽ കീസലുണ്ട്. അങ്ങനെ ഇയാൾ ഭയങ്കര ചങ്ങായി പാടാക്കിയിട്ട് എന്തെങ്കിലും ചൊന്ന് ഈ പൈസത്ത് വേനായിട്ടാണ് ചങ്ങായി പാടാക്കിയത്. എന്നിട്ട് കൊറിയ നേരം അയാൾ ബൊബ്ബയുടെ ഉസുറായിത്ത് നൻ്റെ ഇത്ര 1000 പൈസ ഇല്ല എന്തായിത്ത് 6 കട്ടാറ് ഇങ്ങനെ ബൊബ്ബയുടെ ഉസുറാകുമ്പോൾ കപ്പലിലുള്ള എല്ലാ ആൾമാരും നോക്കോ ഉസുറാക്കിയാറ്. നോക്കുമ്പോൾ അയാൾ കൊന്തുണ്ട് ഇപ്പോൾ ബുഖാരി ഇമാമുടെ കയ്യിൽ കിട്ടുന്നൊക്കെ അത് കിട്ടുന്ന ചൊല്ല ഒരു വഞ്ചനയാണ് അവൻ ആക്കടെ. ബുഖാരി ഇമാം ഇങ്ങനെ തേടുമ്പോൾ ബുഖാരി ഇമാം അത് കടൽ കിട്ടിത്ത് എല്ലാവരും വന്ന് ബുഖാരി ഇമാമുടെ മുട്ട തേടിയാറ് പൈസ കാണ്ടില്ലേ. എല്ലാവരും അവണിಗೆ പറയുക സുറുവാക്കിയാറ്. ലാസ്റ്റ് കോണും എല്ലാം വന്ന് കേട്ടാ ആ പൈസ നിങ്ങൾ എന്താക്കിയാറ്? അത് ഞാൻ കടൽ കിട്ടാൻ ചൊന്നു. അത്ര വലിയ പൈസ നിങ്ങൾ കടൽ കിട്ടാമ? ബുഖാരി ഇമാം ചൊന്തു സുബ്ഹാനല്ലാ, ആ പൈസ നണ്ടതുണ്ട് നക്കും അള്ളാഹുവും കൊന്തുണ്ടു. പക്ഷെ നീൻ ആരോപ്പാണ് ആക്കിക്കൊണ്ടുള്ളത്. അങ്ങമിത്ത് തേടുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇന്നിറങ്ങി ഞാൻ വെറുതെക്കും കൂടെ കള്ളാവണോട്. ലോകത്തുള്ള ആൾമാരെല്ലാം എൻ്റെ വിശ്വസ്തൻ ചൊന്ന് നമ്പിടാറ്. ധാരാളം ഹദീസ് ഞാൻ റിപ്പോർട്ടാക്കിയത് അതെല്ലാം സത്യസന്ധമാണ്. ഇത്രയും വലിയ പ്രാമാണികതയും വിശ്വസ്തതയും ആൾമാരെ മുന്നിൽ നേടിയെടുത്തെങ്കെത്തതാണ് ഈ ദിർഹമുഖേനായിട്ട് ആ വിശ്വസ്തരെല്ലാം ഇല്ലാണ്ടാക്കണ. അതുകൊണ്ട് അതിരെ മുന്നിൽ ഇതെന്തുമല്ലാൻ ചൊന്നിട്ട് ആ പൈസത്തെ ഞാൻ വലിച്ചെറിഞ്ഞ് തെറ്റിദ്ധാരണക്ക് കാരണം യഥാർത്ഥത്തിൽ ബുഖാരി ഇമാം ഒരു തപ്പും അവിടെ ആക്കിയിട്ടില്ല. പക്ഷെ ആ തപ്പു ധാരണക്ക് കാരണം അവിടെങ്കത്തെ ഒരു വിഷയത്തെ തൊട്ട് എത്ര ബുദ്ധിപരമായിട്ടാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ രക്ഷപ്പെടുന്നത്. അതാണ് തെറ്റിദ്ധാരണക്ക് കാരണമാകുത്തിറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സുബ്ഹാനല്ലാഹ് സഫിയ റളിയല്ലാഹു അൻഹായുടെ ಬಗ್ಗೆ ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റമദാനിൽ ഇഅ്തികാഫ് തെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയും വന്നിട്ട് മുണ്ടിപ്പോണ്ടു. അങ്ങനെ ജാവാവുಡು സഫിയ റളിയല്ലാഹു അൻഹാടെ തിരിച്ചിട്ട് ഔത്തു കാക്കുകു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടിಗೆ പോಂಡು. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാടെ അവ പിന്നെ ബന്ധങ്കെത്ത ജാഗലാണ് ആ മഹദിയുടെ അവൻ അഥവാ പള്ളിയുടെ മുട്ടമേ. അപ്പോഴാണ് ആ ഭാഗത്തിലൂടെ അൻസാരികളായ ആൾമാർ പോണ്ടാറ്. സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പങ്ങത്തിൽ സ്പീഡ് പോയാറ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണ് ഉണ്ട് ഒട്ടിಗೆ. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു മെല്ലെ പോറു, അത് സഫിയ ബിൻതു ഹുയൈ, അത് എൻ്റെ പെഞ്ഞായി സഫിയയാണ്. അപ്പം അങ്ങ് ചെന്നാറ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും ഞങ്ങൾ എന്തും വിചാരിച്ചിട്ടില്ല നബിയെ. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിൻ്റെ മനസ്സ് അത്രയും ക്ലിയറാണ്. അങ്ങെന്തും വിചാരിച്ചിട്ടില്ല, അങ്ങെന്തും വിചാരിച്ചിട്ടില്ല എന്ന് ചൊല്ലക്ക് തെളിവാണ്. അങ്ങമിത്ത് വിചാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊന്ന് ഇസ്ലാം പുതുക്കോറുണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലണായി ഇമാമി അത് വിശദീകരിക്കാറ്. അങ്ങെന്തും വിചാരിച്ചിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകத்துக்கு படிப்பாற்ற സന്ദേശം
അവിടെ ಅದಕ್ಕೆ കാരണാവുമ്പോൾ അതിന് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഷൈത്താൻ മനുഷ്യരെ ചോര നടക്കണമെങ്കിത്ത ജാഗയിൽ നടക്കട. അതുകൊണ്ട് നിങ്ങളെ കൽബിൽ എന്തെങ്കിലും അവനിട്ട് തന്നാണ്ടായെങ്കിൽ എല്ലാം പരാജയപ്പെട്ടു പോകുന്നത് അത് കാരണമായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചൊന്നുകൊണ്ടുണ്ട്, തുഹമത്ത് വരുമ്പോൾ ಅದರ ಆ ಜಾಗೆಯಲ್ಲಿ ನಿಕ್ಕೋಗುತ್ತೀರ, ಆ ಸಮಯത്ത് ಅದರ വിശദീകരിച്ചു കൊടുക്കണോ, മനസ്സിലാക്കി കൊടുക്കണോ ഉണ്ടു. സുബ്ഹാനല്ലാ, അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി കൊണ്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ ആൾ അവൻകു ഒരു തുഹമത്ത് തെറ്റിദ്ധാരണ ചേർന്നെതിരെ അവന് വല്ലാത്ത ജാഗ്രത ആക്കണം. കാരണം അത് ഒരാൾ കാണ്ട് ഒരാളെ കാതുകെത്തിര് ആ നാവ് പിന്നൊരാളൊട്ടിಗೆ ചെല്ലു, അതുകൊണ്ട് ചങ്ങായിക പോകണ്ടു. അങ്ങനെ ടൈമു തെല്ല അവിടെ മുന്നൽ നാവിലൂടെ ഇങ്ങനെ പോയിട്ട് ഇയാൾക്ക് ഗൊന്തില്ലാത്ത ഇയാളില്ലാത്തതെല്ലാം പലതും എത്തിര് അവസാനം ഇയാൾക്ക് അതിരെ രണ്ടാമത് സ്ഥിരപ്പെടുത്തുക, അതിരെ സമർത്ഥിക്കുക സാധ്യമാവില്ല. ഇല്ലാത്തത് ഇയാളെ മേലെ ആരോപിക്കപ്പെടുക. അങ്ങനത്തെ ഒരു അവസ്ഥಗೆ അയാൾ എത്തിപ്പോണ്ടു. അപ്പോൾ ഊടെ ആ ജാഗിൽ ಅದರ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിവരിച്ചു കൊടുത്തു. ലന്ന് ധാരണ ആ ധാരണക്ക് ജാഗ പിന്നെ കാരണാവുടെങ്കത്തെ വിഷയത്തെ തൊട്ട് രക്ഷപ്പെടണു. എന്നിട്ട് പിന്നെ സംശയം ബണ്ടെങ്കത്തെ അവസ്ഥ ഇക്കുമ്പോൾ അപ്പമേ അതിരെ ക്ലിയറാക്കി വിടണമെന്ന് ചൊല്ലെങ്കത്തെ പാഠവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി തന്നോണ്ടുള്ളേ. അതുകൊണ്ടല്ലേ ഉഖബത്ത് ബിനുൽ ഹാരിസ് ചൊല്ലെ റളിയല്ലാഹു അൻഹു ആളും അയാളെ പെഞ്ഞായി അങ്ങളെ ಬಗ್ಗೆ ഒരു പെണ്ണിങ്ങ വന്ന് വാദിക്കിട്, ഈ രണ്ടാൾമാർക്കും ഇങ്ങ ശരിയേക്കുമ്പോൾ ഞാൻ മുല കൊടുത്തുറേ. അപ്പം സ്തനപാന സംബന്ധത്തിലുള്ള സഹോദര സഹോദരിമാരായിട്ട് അങ്ങ് ഇപ്പം മങ്ങിലായിടാറ്. അപ്പോൾ ഉഖബത്ത് റളിയല്ലാഹു അൻഹു ചൊന്തു, ആ പെണ്ണിങ്ങ ചൊന്നത് നേരല്ല നബിയെ, കളവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെ ചെന്ന മറുപടി കൈഫ ഒക്കത് കീല, വിട്ടുപിരിയൊന്നുണ്ട് അഥവാ ഇനി പെഞ്ഞായി മാപ്പിളയായിട്ട് മുന്തുവരിയോഗ തീറ, അതില്ല. പെണ്ണിങ്ങ ചൊന്നത് കളവ് ശരിയല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോരോ മറുപടിയാണ്. അങ്ങനെ ബന്നരല്ല ഒരു വിഷയം, അങ്ങനെ ഒരു പലക്കത്തുക്ക് അത് ബന്നരല്ലേ. പിൽക്കാലത്ത് ആൾമാർക്ക് അത് കേട്ട് പിന്നെ അങ്ങനെ ചൊന്നോണ്ടിക്കുവാറ് എലവളും മൂത്തോണും പരസ്പരം മങ്ങിലായിടാറും ചൊല്ലുക സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ അപ്പമേ മുറിച്ചു വിട്ടുത്തു. തെറ്റിദ്ധാരണ ബണ്ടെങ്കത്തെ ജാഗയിൽ നിൽക്കുക തീറാണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ സന്ദേശമാണ് തന്നുകൊണ്ടുള്ളത്. അള്ളാഹു ഞങ്ങൾക്ക് ആ തൗഫീഖ് തരട്ട്. എല്ലാവിധ തെറ്റിദ്ധാരണയുടെ തൊട്ടും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ട്. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടുകൂ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെല്ലുമ്പോൾ ത്വാഹിറുൻ മിൻ സാഇരി തുഹം മാ ദല്ല സാഹിബുക്കും വമാ ഗവ, ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട്. നിങ്ങൾ സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദാരി തപ്പൽ ഒന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ വന്ന തുഹമത്ര എല്ലാം തെറ്റിദ്ധാരണയുടെ എല്ലാം ഖുർആൻ എതിർത്തിര് അതെന്തും ഇല്ലാണ്ടാണ് ചൊന്നുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ മജ്നൂൻ ചൊന്നാറ്, ആ നബി തങ്ങൾക്ക് ഏതോ ഒരു മനുഷ്യ പടിപാട്ടി കൊടുക്കണേന്ന് ചൊന്നാറ്, അതെല്ലാം ഖുർആൻ എതിർത്തിട്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ മജ്നൂൻ ചെന്നപ്പോൾ വലീദ് ഇബ്നു മുഗീറയുടെ 10 മോശപ്പെട്ട സിഫത്ത് ഖുർആൻ ചൊന്തു. ഇതുപോലെ ഒരാളെ ಬಗ್ಗೆ ചൊന്നത് നമുക്ക് കൊന്തില്ലാണ്ടാണ് സ്വഹാബത്ത് വിശദീകരിക്കുന്നത്. ഖിയാമത്ത് നാൾത്തോള അയാളെ ഈ വിഷയം ഖുർആൻ ലാൽമാർ ഓതിക്കൊണ്ടുള്ളാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്ക് എന്തെല്ലാം വേണ്ട മുനാഫിഖീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ പെഞ്ഞായിമാരെ ಬಗ್ಗೆ എന്തെല്ലാം ആരോപിച്ചിടാറ, അതെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഇല്ല. ഫഇന്നഹു മഅസൂമുൻ മിൻ കുല്ലി ദാൽ, എല്ലാത്ത തൊട്ടും രക്ഷപ്പെട്ട ആളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഖുർആൻ ചൊല്ലു. ഒരു തടീച്ച സ്വന്തത്തിന് മേനായിട്ട് സ്വന്തത്തെ ഇച്ഛ പോലെ ഒന്നും ചെല്ലില്ല, എല്ലാം വഹിയാണ്, അള്ളാഹു ചെന്നു കൊടുത്തതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ. ഇപ്പം ലോകത്തുള്ള ഒരാൾക്കും തെറ്റിദ്ധരിക്കുക പറ്റിയെങ്കത്തെ ഒരു ചെറിയ ഒരു വിഷയ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബതുക്കുളില്ലാന്ന് ചൊല്ലത് സൂര്യപ്രകാശം പോലെ സ്പഷ്ടാണ്. അതാണ് മുഅ്മിനീങ്ങളെ വിശ്വാസം, അതാണ് സ്വഹാബത്ര വിശ്വാസം. ബഹുമാനപ്പെട്ട ഹുസൈമത്ത് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഒരു സ്വഹാബിയുടെ സംഭവം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യഹൂദിനെ മുട്ടത്തൊരു ഒൻട്ട എടുത്തിട്ടിന്ത്. അങ്ങനെ യഹൂദിയായ ആൾ പിന്നെ വന്നിട്ട് നാണത് നിങ്ങൾക്ക് വിത്തിട്ടില്ലാണ്ടാണ് അയാൾ ചൊല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നക്ക് ഒൻട്ടയുടെ പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് നാ വിത്തിട്ടില്ലാൻ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൈസ കൊടുത്തുരു, ഓൻ കളവാണ് ചൊന്നരെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു അന ആയത്തൈതുക സമനൽ ജമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഒൻട്ട കച്ചവടാക്കുമ്പോൾ അവിടെ ആൾമാർ ആരും ഇല്ലಂತ, ഓൻ വന്ന് ചെല്ലുമ്പോൾ ആൾമാരിടയിലാണ് ചൊല്ലെ. അപ്പോൾ ഒരു ആൾമാരെ മനസ്സിಗೆ ഒന്ന് പറഞ്ഞുക ഇല്ലാണ്ട് ചൊല്ലുക. പലപ്പോഴും അങ്ങനെയല്ലേ, ചില ആൾമാർ അങ്ങനെയാണ്. ആൾമാരുടെ ഇടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഇട്ടുവിടുക. അപ്പോൾ വെറുതെയും
അങ്ങ് ಅದರ ಬಗ್ಗೆ വിചാരിക്കടെ. യഥാർത്ഥത്തിൽ ഒരിക്കലും അത് ശരിയല്ലാണ്ടാണ്. ഇണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദരെ ഒരു പിന്നെ അഭിമുഖത്തിൽ കണ്ട് ചൊന്നത് കേടുത്ത് നൻ്റെ മനസ്സ് ഒരു പേടിയുമില്ല. കാരണം നൻ്റെ ಬಗ್ಗೆ ആരോപ്പാക്കിയെങ്കും നക്കൊരു പേടിയും പണ്ടില്ല മനസ്സ്. എന്തുകൊണ്ടു നക്ക് ഉറപ്പുണ്ട് നാനത് ആക്കിയിട്ടില്ല ആ തപ്പു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു നൻ്റെ സഹായിക്കുവാണ്ടല്ല ഞാൻ വിചാരിക്കണായ. അതാണ് എൻ്റെ വിശ്വാസം. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആരോപം പലതും പല ആൾമാരും ആക്കടേണ്ടുണ്ട്. ചില ആൾമാർക്ക് ഒരു ഹോബിയാണ് വെറുതെക്കും ഒരാളെ ಬಗ್ಗೆ ഇങ്ങനെ ചൊന്നുവിട്രെ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. ഈ യഹൂദിയായ ആൾ വാങ്ങുമ്പോൾ ഇവിടെ ആരുമില്ലಂತ സ്വഹാബത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ചൊല്ലെ പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് വണ്ട നിങ്ങളതല്ല. സുബ്ഹാനല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അങ്ങനെ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു നാ പൈസ തന്നറേ. യഹൂദിയായ ആൾ എവിടെ സാക്ഷി കൊമ്പറണുണ്ട്. കൊമ്പന്നരാൻ ചൊല്ലക്ക് സാക്ഷി വേണു, പൈസ തന്നരാൻ ചൊല്ലക്ക് സാക്ഷി വേണു. നോക്കുമ്പോൾ ഒരു സാക്ഷിയും അവിടെ ഇല്ലಂತ. അപ്പോൾ ഉടനെ ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി ചൊന്തു അന റഅയ്തുക യാ റസൂലല്ലാഹ്, ನಾನು നിങ്ങളെ കണ്ടര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒൻಟೆಡ പൈസ കൊടുത്തിറാറ്. യഹൂദിയായ ആൾ ഒരക്ഷരം മുണ്ടോಗಿಲ್ಲ. അയാൾ മുണ്ട തെച്ചിത്ത് തർക്കിക്കോ വന്നില്ല. 2 നാൾ കഴിഞ്ഞാൽ പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിളിച്ചു കേടുത്ത്, യാ ഹുസൈമ, ನಾನು ആ ഒൻಟೆಡ വാങ്ങുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ അവിടെ ആരും ഇല്ലಂತല്ലേ, നാനും ആ യഹൂദി മാത്രമല്ലേ, പിന്നെങ്ങനെയാണ് നാ പൈസ കൊടുത്തിരാണ്ട് നിങ്ങൾ സാക്ഷി നിൻ്റെ? സുബ്ഹാനല്ലാ. അവിടെ ഹുസൈമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ യഹൂദി നിഷേധിക്കുമ്പോൾ ഹുസൈമ റളിയല്ലാഹു അൻഹു ചെന്നപ്പമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് മനസ്സിലായത്. എന്നിട്ടും കേടുത്ത് എന്തേ? ഹുസൈമ റളിയല്ലാഹു അൻഹു ചൊന്തു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസദ്ദിഖുക ഫീ ഖബരി സ്സമാ വകുല്ലി മാ ജുഅത ബിഹി വഉകദ്ദിബുക ഫീ ബിൽഇ ദറാഹിം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശത്തെ വാർത്ത, അള്ളാഹുടെ മുട്ടത്തെ ജിബ്രീൽ അലൈഹിസ്സലാം കൊമ്പണ്ട വിഷയം എല്ലാം നാണ് നമ്മുടെ. അതേ സമയത്ത് നിങ്ങൾ എന്തെല്ലാം കൊമ്പന്നറാറ് അതെല്ലാം നാം നമ്മുടെ. എന്നിട്ട് ഈ ചില്ലറ ദിർഹമുടെ വിഷയത്തിൽ നിങ്ങൾ കളവ് ചൊല്ലാറുണ്ടാ? നിങ്ങളെ നാണ് കളവാക്കണ? നൻ്റെ കൊണ്ടത് സാധ്യയില്ല നബിയെ. നിങ്ങൾ എന്തെല്ലാം ചൊല്ലാറ് അതെല്ലാം അപ്പടി വിശ്വസിക്കണമെങ്കിൽ നാണ് ഒരു ചില്ലറ പൈസത്തെ വിഷയത്തിൽ നിങ്ങളെ കളവാക്കണ? നാണ് കണ്ടിട്ടില്ലെങ്കും നിങ്ങൾ കൊടുത്തിടാറും ചൊല്ലത് ഉറപ്പാണ് നബിയെ. ഒരു തെറ്റിദ്ധാരണയും ഒരു തുഹമത്തും നക്കില്ലേ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചിട്ട് അണ്ട് മുതലാണ് അയാൾക്ക് ഷഹാദത്തൈനിൻ ചൊല്ല പേര്. ഹുസൈമ ആർക്ക് സാക്ഷി നിൻ്റെ? സാധാരണ 2 സാക്ഷി വേണമല്ലേ, നേരത്തെ ഒരു സാക്ഷിയല്ലേ നിൻ്റെ ഹുസൈമ. ആ ഹുസൈമ 2 സാക്ഷിയുടെ സ്ഥാനത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെമേ അത് കൊന്തുണ്ടു. ഇയാൾ കണ്ടിട്ടില്ലെങ്കിലും ഈ വിശ്വാസത്തിലാണ് ചൊന്നുകൊണ്ടുള്ളേ. സുബ്ഹാനല്ലാ. ഹുസൈമ ആർക്ക് സാക്ഷി നിണ്ടെത്ത? അത് 2 സാക്ഷിയുടെ സ്ഥാനത്താണ്. അണ്ട് മുതൽ അയാൾക്ക് ദുഷഹാദത്തൈനിൻ ചൊല്ല പേരാണ്. 2 സാക്ഷി ഉള്ള ആളാണ്. ഒരാളായെങ്കിലും അയാൾ സാക്ഷി നിണ്ടെങ്കിൽ 2 ഷഹാദത്തിൻ്റെ സ്ഥാനത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ സ്വഹാബത്ത് അങ്ങനെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പിന്നെ ഖലീഫ ആറാവണു. സ്പഷ്ടമായിട്ട് ഒരാളെ പേരെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നില്ല. അതിലൊരു തുഹമത്തും ഒരാൾക്കും ബണ്ട വേണ്ട. ഒരാളെ പേര് ചൊന്നില്ലേ, അയാളൊട്ടിಗೆ ആറ പിർസമ, അല്ലെങ്കിൽ ഇയാൾ വേറൊന്നുള്ളത് കൊണ്ട് ഇയാളെ ചൊന്നര് ഷിയാക്കൾ പിന്നെ അതിൽ തർക്കാക്കിക്കൊണ്ടുള്ള ഇണ്ടും. അലി റളിയല്ലാഹു അൻഹു ആണ് ആദ്യ ഖലീഫ ആവണായൻ ചൊന്നിട്ടു. ആ ഒരു മക്കളെ പരമ്പരയിൽ അത് ബർണൂൻ ചൊല്ലും പോലത്തെ ഒരു കുടുംബ പരമ്പരയിൽ ബർണൂൻ ചൊല്ലും പോലത്തെ വാദ ഇണ്ടും ഉന്നയിച്ചുകൊണ്ടുള്ളാറ് ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പഷ്ടമായി ചൊന്നില്ല. അതേ സമയത്ത് കുറേ സൂചന കൊടുത്തുത്തു, ബുദ്ധിയുള്ളಂಕ അത് ಗೊಂತಾവുಡು ആരാണാക്കൊണായെ. അതുകൊണ്ട് സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്കിയാറ്. അപ്പോൾ ഏതായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബതുക്കൂൻ ചൊല്ലത് സംശുദ്ധമായ പ്രകാശിക്കണക്കെത്ത ബതുക്കാണ്. അതിലൊരക്ഷരം പോലും വിമർശിക്കുകയോ വിമർശനാക്കട ആൾമാർക്ക് എടുത്തു കാട്ടുകയോ വസ്തുനിഷ്ഠമായി വാദിക്കുകയോ ലോകത്തൊരു ശക്തിക്കും സാധ്യയില്ല. ആരെയും നമുക്ക് വെല്ലുവിളിക്കുക, ആരെ മുട്ടവും സവാലിട, ആരെ മുന്നലും ഇത് ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ കാമാ ചൊല്ലുകയോ ലോകത്തൊരാൾക്കും സാധ്യയില്ല. അത്രയും പൂർണ്ണാർത്ഥത്തിൽ സംശുദ്ധരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമുക്കും നല്ല സംശുദ്ധത്തെയും നൈതികതയും തഖ്വയും അല്ലാഹു ഏറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഇസ്സത്തും അഭിമാനവും അന്തസ്സും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ. ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.